ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബിരിയാണി മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും തലശ്ശേരി ബിരിയാണിയുടെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നൊരു ബിരിയാണി മസാലയാണ്. അപ്പോൾ എനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഈ ഒരു ബിരിയാണി മസാല നമുക്ക് എന്ത് ടൈപ്പിലുള്ള ബിരിയാണി ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയൊരു മസാലയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സ്പൈസസ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണ് ഫെനൽ സീഡ്സ് ആണ് എടുക്കുന്നത്, അതായത് നമ്മുടെ പെരിഞ്ജീരകം. അപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ കണക്കിനാണ് ബാക്കിയത്തെ സ്പൈസസ് എല്ലാം പറയുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിന് ഞാനിവിടെ ഒരു 4 കറുവാപ്പട്ടയുടെ ഇത്രയും ചെറിയ പീസസ് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 10 ഏലക്ക കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തക്കോലം 2 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് സ്റ്റാർ. പിന്നെ ഇത് ജാതിപത്രിയാണ് കേട്ടോ. അപ്പോൾ ജാതിക്കയുടെ ആ കവർ ഇതൊരു ചെറിയ കഷ്ണം മതിയാവും. പിന്നെ ജാതിക്ക ഞാനൊരു വലിയ ജാതിക്ക എടുത്തിട്ട് അതിനെ 4ആയിട്ട് മുറിച്ചിട്ട് അതിൽ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, 4 ഒരു ഭാഗം. പിന്നെ 1 ടീസ്പൂണ് ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂണ് ഷാജീരകമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം. അപ്പോൾ ഈ ഗ്രാമ്പു 1 ടീസ്പൂൺ എന്ന് പറയുന്നത് ഒരു 15 നമ്പർ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ബേ ലീവ്സ്. അപ്പോൾ ഇത് വലുതാണെങ്കിൽ നമുക്ക് 1 ആഡ് ചെയ്ത് കൊടുക്കാം, ചെറുതാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഈ 2 ആഡ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ 2 ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ഗ്രാമ്പു കളഞ്ഞ സെയിം സ്പൂണിൽ തന്നെ 2 സ്പൂണ് മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സ്പൈസസ് ആണ് നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഏത് തരം ബിരിയാണി വെച്ചാലും ഈ മസാല തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയതും കൊണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് ശരിക്കും തലശ്ശേരി ബിരിയാണി മസാലയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോൾ, ഹസ്ബൻഡ് വീട്ടിൽ ചെന്നപ്പോഴേ അടുത്ത വീട്ടിലെ ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് ബിരിയാണി കൊണ്ടുപോയി തന്നെ. ഇങ്ങനെ എന്ത് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ബിരിയാണി മസാലയ്ക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചിനെ പിന്നെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഏത് മസാലയാണ് ആഡ് ചെയ്തിരുന്നതെന്ന്, എന്താണെന്ന് ചോദിച്ചു, എവിടുന്ന് പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചാണോ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തന്നാണ്. അതിൽ പിന്നെ ഞാൻ ഈ മസാല തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഏത് ബിരിയാണിക്ക് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്താൽ മതി, ഇത് തന്നെ ഇട്ടാൽ മതി. പിന്നെ ഈ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിയിലുള്ള ഉണ്ടാക്കിയ ഈ മസാല നമുക്ക് 7-8 പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് നിന്നൊരു കുറച്ചൊരു, അതായത് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം മാത്രം നമുക്ക് ബിരിയാണി മസാല യൂസ് ചെയ്താൽ മതി. അത്രയ്ക്ക് നല്ല ഫ്ലേവറാണ് അതിന്. നമ്മുടെ മസാല ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിനകത്തേക്ക് അടച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ബിരിയാണി വെച്ച് എല്ലാവരും ഒരു ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വീഡിയോ അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യും, എല്ലാവരും കാണാൻ മറക്കരുത്. പിന്നെ എന്താണ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.